പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ പകലിലും ഞായറാഴ്ചയും നമ്മൾ കൊലോസ് ലേഖനം 3-ാം അധ്യായമാണ് ചിന്തിച്ചത്. കൊലോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ ഒന്നുമുള്ള ചില വാക്യങ്ങൾ വീണ്ടും നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നമ്മൾ കഴിഞ്ഞ പകലില് 3-ന്റെ 1 മുതൽ 11 വരെ വായിച്ചു. എങ്കിലും ഒരു വാക്യമേ നമുക്ക് അല്പകാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ ഇടം വലത്ത് ഭാഗത്ത് അവിടെ എടുത്തിരിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്താണ് പുത്രൻ എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. അപ്പം നമ്മൾ ആയിരിക്കും ഭൂമിയിലുള്ളത് ചിന്തിക്കേണ്ടതെന്ന്. മക്കളുടെ പഠനത്തെക്കുറിച്ച്, അഡ്മിഷനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, കടഭാരത്തെക്കുറിച്ച് ഇതെല്ലാം ചിന്തിക്കേണ്ടത്. ഇതില്ല ഈ ലോകത്തിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ചിന്ത ശരിയാണ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ലോകം നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യരുത്, കടക്കരുത്. ഹല്ലേലൂയ. ലോകം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാമെന്നറിയാമോ? നമ്മുടെ ഡ്രസ്സിങ് കണ്ടാൽ അറിയാം ലോകം നമ്മളിലേക്ക് കടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഹല്ലേലൂയ. ലോകത്തെ നമുക്ക് ഉപയോഗിക്കാം, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ലോകം നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ ഇടയാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, സ്തോത്രം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചായിരുന്നു, നമ്മുടെ ചിന്തകൾ, തീരുമാനങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം നിത്യതയെക്കുറിച്ചും സ്വർഗീയമായതുമായിരിക്കണം. നിത്യതയെക്കുറിച്ചും സ്വർഗീയമായതായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കണം, വിശുദ്ധിയിലും സ്നേഹത്തിലും നടക്കണം എന്നെല്ലാം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. നമ്മുടെ പഴയ മനുഷ്യൻ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അതിക്രമങ്ങളിലും പാപങ്ങളിലും എന്തുവരായിരുന്നു, ജീവിച്ചവരായിരുന്നു. അതിൽ നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ അതിനെ മരിച്ചിട്ടാണ് പുതിയ അനുഭവത്തിലേക്ക് വന്നത്. പഴയ കാര്യങ്ങൾ മരിപ്പിക്കണം. അപ്പോഴാണ് പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ചിന്തിപ്പാനായി കഴിയത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ ജീവിതത്തെക്കുറിച്ച് ഈ പ്രായമാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ക്ഷണികമാണെന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ടറിയാം. ഇത് താൽക്കാലികമാണെന്നുള്ള കാര്യവും നമുക്കറിയാം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ജീവിതത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്താ ജീവിതം? ഹല്ലേലൂയ. എന്ത് പ്രയോജനം? ലോകപരമായി ചിന്തിച്ചാൽ എന്ത് പ്രയോജനം? നല്ല വീട്, നല്ല കിടക്ക എല്ലാം ഉണ്ടെങ്കിലും ഒരുപക്ഷെ നമുക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഉറക്കം ദൈവത്തിന് തരുന്ന ദാനമാണ്. ഉറങ്ങാൻ പറ്റുന്ന ഒരു കൃപ തന്നെയാണ് കേട്ടോ. ചില ദിവസം രാത്രി നമുക്ക് ഉറക്കമില്ലാതെ വരുമ്പോൾ ഞാനും പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു ഉറക്കം തരണേ 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 എന്ന്. ഉറക്കമില്ലെങ്കിൽ നേരം എങ്ങനെ വെളുക്കുന്നേ? സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രം. എന്താ ജീവിതം? നമ്മൾ മക്കളെ വളർത്തുന്നു, അത് വലുതാകുന്നു, കൊച്ചുമക്കളാകുന്നു, എല്ലാം ആകുന്നു. അവസാനം കുറേ കഴിയുമ്പോൾ നമ്മൾ അവർക്കെല്ലാം വേണ്ടാതാകുക. ഹല്ലേലൂയ. വേണ്ടാതാകുക. ഇപ്പം വേറെ ദുശ്ചിന്ത ചിന്തിക്കരുത് കേട്ടോ. ഞങ്ങളോടും പിള്ളേർ വന്ന് അവരുടെ കൂടെ നിൽക്കുവാണെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാനും എല്ലാം നല്ല സൗകര്യമാണ്. അപ്പോൾ അവർ ഞങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന എന്താണെന്നറിയാമോ? അവരുടെ മക്കളെ വളർത്തി കൊടുക്കണമെന്നുള്ളത് നല്ല കാര്യമാണ്. വേറെ തൊഴിലൊന്നും ഇല്ലാത്തവരത് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് തൊഴിലുള്ളതുകൊണ്ട് അത്, നമുക്കിവിടെ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് അത് നടക്കത്തില്ല. ഹല്ലേലൂയ. ഇപ്പം ജോയിയും UK പോകേണ്ടതായിരുന്നു. ജോയിക്ക് ജോലി ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഒന്നിച്ച് പോയേന്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞ് അവരൊരു പറക്കം മുറ്റി കഴിയുമ്പോൾ പിന്നെ നമ്മളെ എവിടെ നിർത്തുമോ? നമ്മളെ എവിടെ നിർത്തത്തില്ല. നമ്മളൊരു ഭാരമാകും. നമ്മളൊരു രോഗത്തിലോ പ്രയാസത്തിലോ വന്നു കഴിഞ്ഞാൽ പ്രയാസമാകും. അപ്പം ജീവിതം എന്താണെന്ന് പഠിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമാധാനം അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവുമായ ഒരു ബന്ധത്തിൽ വന്നാലേ യഥാർത്ഥമായ അനുഭവം വരത്തുള്ളൂ. യഥാർത്ഥമായ അനുഭവം അതിപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ കുറേ പ്രായം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ ഒത്തിരി പ്രായമുള്ള ആളുകളുമായിട്ട് ഇടപെടുന്നവനാണ്.
അവരുടെ വിഷമതകളും പ്രയാസങ്ങളും മനസ്സിലാക്കുന്നവനാ. കാരണം അവസ്ഥകൾ ഞാൻ മനസ്സിലാക്കുന്ന, അവരുടെ ചെറുപ്പത്തിൽ അവരധ്വാനിച്ച, ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ നോക്കിയിരിക്കുക, മക്കൾ ഞായറാഴ്ച പള്ളി പോകുമ്പോഴെങ്കിലും വരുമെന്ന് ചിന്തിച്ചിരിക്കുക, കസേറയിട്ട് നോക്കിയിരിക്കുക. ഒരു മക്കളും വന്നില്ല. പള്ളി പോയോന്നറിയത്തില്ല. പള്ളി പോയാലും ഈ അമ്മയെ കാണാൻ അവർക്ക് വലിയ താല്പര്യം ഇല്ല. അത് അധ്വാനം ഞാൻ കണ്ടിട്ടുള്ളതാ. അപ്പൊ ഇതാണ് മനുഷ്യൻ, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ദൈവികമായ കാര്യം. അപ്പൊ കഷ്ടപ്പെടാതെ നിത്യതയിൽ പോകാൻ കഴിയും. ഹല്ലേലൂയ. നിത്യത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നിത്യത ദൈവത്തോടുള്ള വാസമാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അത് മനസ്സിലാക്കണം. നിത്യത, ഹല്ലേലൂയ, നിത്യത, ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കണം. ആ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നതിനെ എല്ലാം നമ്മൾ മാറ്റിക്കളയും. യേശു കർത്താവ് ഒരിക്കൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഒരുമ പറഞ്ഞു. ഒരു നിധിയുള്ള വയൽ ഒരുത്തൻ കണ്ടു. പോയി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്തു? ആ വയൽ വാങ്ങി. തനിക്കുള്ളതെല്ലാം വിറ്റു, തൻ്റെ സ്വന്തമായ കാര്യങ്ങളെല്ലാം വിറ്റു. ഈ വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകളെ മറ്റുള്ളവർക്കത് മനസ്സിലാകത്തില്ല. അവർ നമ്മളെ കളിയാക്കി ചോദിക്കും, ഇവർക്ക് എന്നാ കിട്ടിയേ, എന്താ കിട്ടുന്നെന്ന്. അവർക്ക് കിട്ടിയ കാര്യം നിത്യതയാണ്, ദൈവത്തോടുള്ള വാസമാണ്. മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വിശ്വാസികൾ കുറവാണേലും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള ജനസംഖ്യ പ്രൊട്ടസ്റ്റന്റുകാരാ, ക്രിസ്ത്യാനികളാ. മുസ്ലിങ്ങളും അല്ല, ക്രിസ്ത്യാനികളാ. അതിൽ പ്രൊട്ടസ്റ്റന്റുകാരാ. അപ്പം നമ്മളിവിടെ ചുരുക്കം പേരെ ഉള്ളതെന്നോടത്ത് നമ്മൾ ചമ്മേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിത്യതയാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. എല്ലാ ആളുകളും മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ഇങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പിള്ളേരും എല്ലാം മോഹിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്നത്തെ പത്രവാർത്ത നിങ്ങളൊന്ന് വായിക്കണം. അമേരിക്കയിലേക്ക് H1 വിസ പോകണമെങ്കിൽ, എന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്ന വിസയിൽ IT മേഖലയിലുള്ള ആളുകൾ അതുപോലുള്ളവർ പോകണമെങ്കിൽ $1,00,000 കൊടുക്കണം. $1,00,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ 88 ലക്ഷം രൂപ ഓരോ വർഷവും അവർ കൊടുക്കണം. സാധാരണ IT മേഖലയിൽ ജോലി ചെയ്യുന്ന, അമേരിക്കയിൽ H1 വിസ ജോലി ചെയ്യുന്ന സാധാരണ ജോലിക്കാർക്ക് ഒരു വർഷം 66 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. 66 ലക്ഷം. അതേസമയം ഇച്ചിരൂടെ സ്കിൽഡായിട്ടുള്ള ആളുകളാണെങ്കിൽ വർഷം 125 ലക്ഷം രൂപ കിട്ടും. 125 ലക്ഷം രൂപ. അപ്പോൾ ഈ 66 ലക്ഷം രൂപ കിട്ടുന്ന ആളുകൾ എങ്ങനെ ഈ 1 ലക്ഷം രൂപ ഒരു പ്രാവശ്യമല്ല, എല്ലാ വർഷവും അടയ്ക്കണം. എല്ലാ വാതിലുകളും അടയുക കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ എല്ലാം പ്രതികരണം എവിടോട്ടും വരുമെന്നറിയാമോ? നമ്മുടെ നാട്ടിലോട്ടും വരും. നമ്മുടെ നാട്ടിലോട്ടും അതിൻ്റെ പ്രതികരണം വരും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ലോകത്തിൻ്റെ കിടപ്പും പോക്കും കാര്യങ്ങളും. ഹല്ലേലൂയ. നിങ്ങൾ ശരിക്കും ഇന്ത്യയെക്കുറിച്ച് പഠിച്ചാലുണ്ടല്ലോ, കുറേ കഴിയുമ്പോൾ ഇന്ത്യയിലേക്ക് ആളുകൾ ഫയൽ ചെയ്ത് വരാൻ തുടങ്ങും. വിശ്വാസമുണ്ടോ? ശരിയല്ലേ? ഇത് ഇന്ത്യയിലേക്ക് ആളുകൾ ഇപ്പം ഇന്ത്യയിലേക്ക് പഠിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ ഓണക്കൂർ ചിന്മയാനന്ദ ഒരു കോളേജുണ്ട്, ചിന്മയാനന്ദ. എത്ര പേർക്ക് അറിയത്തുന്ന? വിദേശ പിള്ളേരും എല്ലാം ഇപ്പം അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഓണക്കൂർ പാലം കഴിഞ്ഞ് ഇച്ചിരി അങ്ങ് പോയാൽ മതി. നമ്മുടെ ദേശം എല്ലാ വിദ്യാഭ്യാസ സൗകര്യവും ഉണ്ട്. അതുപോലെ വരും. അതുകൊണ്ട് നമ്മൾ ഓർത്തൊന്നും ഭാരപ്പെടണ്ട. നമ്മൾ ഒന്നിലും ആശ്രയം വെക്കണ്ട. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ. റോമർ 6:4 ഒന്ന് വായിച്ചേ. റോമർ 6:4. റോമാലേഖനം 6-ാം അധ്യായം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട്, ഹല്ലേലൂയ. ഒരു സംഘടനയോട് ചേരാനോ സമുദായത്തോട് ചേരാനോ അല്ല മാമോദിസ, കർത്താവിനോട് ചേരാനാ. പല ആളുകൾ സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്, കൂട്ടായ്മയുണ്ട്. പക്ഷെ സ്നാനമെന്ന് കേട്ടാൽ വിഷമാണ്. ഇന്നലെ ഞാൻ ഒരാളോട് പറഞ്ഞു, സ്നാനമെന്ന് പറയുന്നത് കർത്താവിനോട് ചേരാനാ, കർത്താവിനോട് ചേരാനാ. അപ്പോൾ അവൻ്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് നമ്മൾ എന്ത് ചെയ്യുക? ഏകീഭവിക്കുക. സ്തോത്ര. അതാണ് സ്നാനം.
നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കണം. അത് വായിച്ചോ, താഴോട്ട് വായിച്ചോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണേ. സ്നാനപ്പെട്ട എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. ഇഷ്ടം പോലെ വർത്താനം പറഞ്ഞ് നടക്കാൻ നമുക്ക് അനുവാദമില്ല. ഇഷ്ടം പോലെ അതും ഇതും മറ്റുള്ളവരുടെ കുറ്റവും മറ്റുള്ളവരുടെ ഏഷണിയും പറഞ്ഞ് നടക്കാൻ നമുക്ക് അനുവാദമില്ല. കാരണം നമ്മൾ അവൻ്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഇപ്പോൾ ഒരു കുറവ് ഒരു മനുഷ്യന് സംഭവിച്ചാൽ അത് നമ്മൾ വീർത്ത് കെട്ടി പറയേണ്ട കാര്യമില്ല. സ്തോത്രം. മനുഷ്യൻ കുറവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുറവുള്ളവരാ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുറവുള്ളവരാ. ലോകം നോക്കുമ്പോൾ പല കുറവും കാണും. ഹല്ലേലൂയ. മറ്റുള്ള രീതിയിൽ ഞാൻ പറയട്ടെ, കുറവില്ല. ഒരർത്ഥം നോക്കുമ്പോൾ ആ കുറവുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. ഇപ്പോഴാണ് ഈ ബ്രഷും പേസ്റ്റും ഒക്കെ വന്നത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഒത്തിരി പേസ്റ്റ് വെച്ച് തല്ല് തേക്കരുത്. ഈ പേസ്റ്റ് കമ്പനിക്കാർ ഇതെല്ലാം ദ്രവിച്ചു പോകാനുള്ള മരുന്ന് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഈ പല്ല് ദ്രവിച്ചാൽ മാത്രമേ ദന്താശുപത്രി നടക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സംശയമുണ്ടെങ്കിൽ സെർച്ച് ചെയ്തല്ലേ, അന്വേഷിച്ച് നോക്കിക്കോ. പേസ്റ്റ് പേരിന് കടുകുമണിയോളം, ഞാൻ പിശുക്കനാണെന്ന് എല്ലാവരും പറയും, കടുകുമണിയോളം എടുത്താൽ മതി. ചിലർ പേസ്റ്റ് തേക്കുന്നുണ്ട്. ബ്രഷിൻ്റെ പരസ്യം എങ്ങനെയാ, ബ്രഷിൻ്റെ അത്രയും നീളത്തിൽ. അപ്പോൾ 200 ഗ്രാമിൻ്റെ ഒരു ബ്രഷ് പേസ്റ്റ് മേടിക്കാൻ ഒരു വീട്ടിൽ ഒരു മാസം പോലും തികയല്ല. ഇത് മുഴുവൻ കുത്തി തേച്ച് കളയുക. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് നമ്മൾ എങ്ങനെ ചേർത്തുകൊണ്ടിരുന്നത്, ഉമിക്കരിയുണ്ട്, മാവലമുണ്ട്. ഞങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പം ചിലർ ട്രെയിൻ ചിലയിടത്ത് നിർത്തും. അപ്പോൾ പ്രത്യേകത ഈ പുല്ലാന്നി പോലെ ഒരു സൈസ് മരത്തിൻ്റെ കമ്പ് റെയിൽവേ പാലത്തിൻ്റെ സൈഡ് വഴിയുണ്ട്. ചിലരെല്ലാം ഇറങ്ങി ഒടിച്ചെടുത്ത് അതുകൊണ്ട് പല്ല് തേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അതും കൊണ്ട് പല്ല് തേക്കുകയും ഉമ്മക്കരി കൊണ്ട് പല്ല് തേക്കുകയും ചെയ്യുന്ന ആളുകളെ മറ്റുള്ളവർ നോക്കുമ്പം ബ്രഷ് കൊണ്ട് തേക്കുന്നത് നോക്കിയാൽ എന്നാ കുറവുള്ളവരാ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, കുറവിൽ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ ആണ് ഓരോ കുറവ്. നമ്മൾ ആരുടെയും കുറവ് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടവരാണ്. രക്ഷിക്കപ്പെട്ടവർ ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. മറിയയെക്കുറിച്ച്, മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് യോസഫ് കണ്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്. യോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്താതെ ഇരിക്കേണ്ടതിന് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയല്ലേ എഴുതി? രഹസ്യത്തിൽ ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു. സ്തോത്രം. എന്താ കാര്യം? അവൻ നീതിമാനാ. അവൻ നീതിമാനായതുകൊണ്ട് ഇവക്കിനി വല്ല അബദ്ധവും പറ്റിയതാണെങ്കിൽ, എനിക്ക് വിവാഹ നിശ്ചയം ചെയ്യിക്കപ്പെട്ടവൾ അവക്കൊല്ല അബദ്ധവും പറ്റിയതാണെങ്കിൽ ഞാൻ അവക്കൊരു അപവാദം എന്ത് ചെയ്യുന്നില്ല, വരുത്തുന്നില്ല. രഹസ്യമായി അവളെ ഉപേക്ഷിപ്പാൻ ശ്രമിച്ചു. ഇന്ന് പകലിൽ നമ്മൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഒരു ദൈവവൈതലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ കർത്താവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ അതിനാണ് സ്നാനപ്പെട്ടത്. പഴയത് ഒത്തിരി കാര്യം പറയാനുണ്ടെന്നേ. നമ്മളെ ഉപദ്രവിച്ചിരിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരുണ്ട്. അത് നമ്മൾ ക്ഷമിക്കുക. ഹല്ലേലൂയ. നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരുണ്ട്. നമ്മളെക്കുറിച്ച് ഇല്ലാവചനം പറഞ്ഞിട്ടുള്ളവരുണ്ട്. നമ്മളെ അപമാനിച്ചിട്ടുള്ളവരുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന ഒരാൾ വടക്കേൻ്റെ ജോലി, നല്ല കാശും കാര്യമൊക്കെ ഉണ്ട്. അപ്പം സ്തോത്രം നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പം പുള്ളിയുടെ പെങ്ങളെ കല്യാണം കഴിച്ചയച്ചതാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വേണേൽ നല്ല സാരി മേടിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാണ്. ആ പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ പഴയ ഉടുത്തൊരു സാരി ഇവർക്ക് കൊടുത്തു. ഈ അവളുടെ ഭർത്താവ് ഏതായാലും ഈ അമ്മാമ്മയുടെ ഭർത്താവ് നല്ല തിറവുള്ളവനായിരുന്നു. പുള്ളി നോക്കിയപ്പോൾ ഇത് പുതിയതല്ല. അവരുടെ പടിക്കൂടെ ഒരു കനാല് പോകുന്നുണ്ടായിരുന്നു. പുള്ളി ആ കനാലിലോട്ട് അത് എറിഞ്ഞു കളഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ഇങ്ങനെയൊക്കെ. അപ്പം ആ സഹോദരിയുടെ വേദനയൊന്ന് മനസ്സിലാക്കണം.
ഇങ്ങനെ നമ്മൾ നിന്ദിക്കപ്പെടുന്ന അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ നിന്ദിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ദിക്കപ്പെട്ടെന്നോർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളൊക്കെ നിന്ദിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ നിന്ദിക്കപ്പെട്ടവരാ. പല സാഹചര്യങ്ങളിലും ഞങ്ങൾ നിന്ദിക്കപ്പെട്ടവരാ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നിന്ദിക്കപ്പെട്ടെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. നിന്നെ മാനിക്കേണ്ട സമയത്ത് ദൈവം നിന്നെ മാനിപ്പാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് നമ്മളെ മാനിക്കണേ എന്ത് ചെയ്യണം? നമ്മുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കണം. നമ്മളെ ഒന്ന് അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ആ വഴിയിലേക്ക് വരണം. അല്ലാതെ ചാടിക്കേറിയൊന്നും അനുഗ്രഹം പ്രാപിപ്പാനായി കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഏലീശയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഏലീശയെക്കുറിച്ച് പറയുന്നത് എന്നാന്നറിയാം? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം വായിച്ചിട്ടില്ലേ? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തവനാണ് ഏലീശ. അങ്ങനെ എഴുതാൻ കാരണം എന്നാ? ഏലീശ പണക്കാരനായിരുന്നു, സമ്പന്നനായിരുന്നു. ഏലീശയുടെ വീട്ടിൽ 12 കാള എന്ന് വെച്ചാൽ 24 കാള ഉണ്ടായിരുന്നു. ഇതിനകത്ത് 12ാമത്തെ നിരയിലായിരുന്നു അവന്. അത്രയും സാഹചര്യമുള്ള ആളുകളാണ് ഏലീശ. എങ്കിലും അവനെ ശുശ്രൂഷയിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കുറേ കാലം ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നും നീ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നിന്റെ സമയം വരുമ്പോൾ ഏലിയാവിനേക്കാളിൽ ഇരട്ടി അത്ഭുതം ചെയ്യുവാൻ ഏലീശയെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. അവൻ ഒരു കുറുക്കു വഴിയും അതിനുവേണ്ടി ആലോചിച്ചില്ല. സ്തോത്രം. ശ്രദ്ധിക്കണേ, നമ്മളെ മാനിക്കേണ്ട ഒരു സമയമുണ്ട്. മാനിക്കേണ്ട സമയത്ത് ഇരട്ടിയായി മാനിപ്പാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇരട്ടിയായി മാനിപ്പാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ നിന്നയും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചു പോകും. ഹല്ലേലൂയ. അപ്പം ആ ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് നമ്മുടെ സംസാരം വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നമ്മുടെ സംസാരം ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇതൊക്കെ കോലായിക്ക് നാശം വായാലെ, അങ്ങനെ ഒരു തെക്കോട്ടുള്ളൊരു. കാരണം കോലായിയുടെ വായ എന്ന് പറയുമ്പോൾ എന്താ? എൻ്റെ നീളമുള്ളതാണ്. അപ്പം അതിന് വേണമെങ്കിൽ അത് വാ അടച്ചു വെച്ചേക്കുവാണെങ്കിൽ എവിടെ കൂടെ അവനെ എന്ത് ചെയ്യാം? ഞുഴന്നങ്ങ് പോകാം. പക്ഷെ ഈ കോല എന്ത് ചെയ്യത്തില്ല? വലയൊക്കെ കാണുമ്പോൾ വല അടയ്ക്കത്തില്ല, വായ അങ്ങ് തുറക്കും. വായ അങ്ങ് തുറത്ത് കഴിയുമ്പോൾ വലയുടെ കണ്ണിക്കകത്തൂടെ ചെന്ന് കയറും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഫിലിപ്പിയലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഇവിടെ അല്ല പ്രിയമുള്ളവരെ, ഇവിടെ അല്ല. ഹല്ലേലൂയ. ഈ പൗരത്വങ്ങൾ നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. വേറെ രാജ്യത്തിൽ പൗരത്വം എടുത്തവർ ഇവിടോട്ട് വരണമെങ്കിൽ ഇവിടുന്ന് ഇനിയും വിസ അടിക്കണം. ഇപ്പം എൻ്റെ ഇളയ മോനും നാട്ടിലേക്ക് വരണമെങ്കിൽ വിസ അടിക്കണം. അവിടുത്തെ പൗരത്വം ഉടനെ എടുക്കാൻ പോവുക. അപ്പം ആ പാസ്പോർട്ട് അവിടെ ഏൽപ്പിക്കണം. ഇന്ത്യൻ പാസ്പോർട്ട് അവിടെ ഏൽപ്പിക്കണം. ഇന്ത്യൻ പൗരത്വം പോകും. എൻ്റെ രണ്ടാമത്തെ മോളും മരുമോനും അവരുടെയും പാസ്പോർട്ട് അവിടെ ഇങ്ങോട്ട് ഇന്ത്യയിൽ വരണേ ഇന്ത്യൻ എംബസി വിസ കൊടുക്കണം. ഇവിടെ ജനിച്ച് വളർന്നു നടന്ന, ഇവിടെ ഇങ്ങനെ കളിച്ച് നടന്നാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പൗരത്വം മാറി. ഹല്ലേലൂയ. ഇനിയും പൗരത്വം വേണമെങ്കിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടുത്തെ ഇന്ത്യ ഗവൺമെൻറ് സമ്മതിക്കണം. ഇവിടുത്തെ ആധാർ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ സ്കൂളിൽ പഠിച്ച SLC ബുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും അവിടെ വില പോവുകയില്ല. അവിടെ വില പോകണമെങ്കിൽ ഈ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ രീതി ജീവിച്ചോളാമെന്ന് സത്യവാങ്മൂലം എഴുതി കൊടുത്ത് അതിൻ്റെ സത്യവാങ്മൂലം നടത്തിയേച്ചേ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിൽ. അപ്പം അതിന് പൗരത്വം അതിൻ്റെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഇവിടുത്തെ പൗരത്വത്തിൻ്റെ കണ്ടീഷൻ പോലും പലർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ദേശീയഗാനം പാടുമ്പോൾ എവിടെ നിന്നാലും അവിടെ നിൽക്കണമെന്നാണ് പറയുന്നത്. ആ അറ്റൻഷനായിട്ട് നിൽക്കണം. നമ്മൾ എത്ര പേരാണ് നിൽക്കുന്നത്? എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ദേശീയ പതാക നമ്മുടെ വണ്ടിയിൽ കെട്ടിയത്
സ്തോത്രം. സ്വാതന്ത്ര്യദിന റാലിയിൽ ഒരെണ്ണം തല തിരിച്ചാണ് കെട്ടിയത്. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു, അത് നിങ്ങളുടെ വണ്ടിയിൽ അവരത് പിടിച്ചു. ആ പോലീസ് സാങ്ഷൻ അപേക്ഷിച്ചവരെ അപ്പം തന്നെ വിളിച്ചു. അതിനുവേണ്ടി സാങ്ഷൻ അപേക്ഷിച്ചവരുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഏതോ ഒരു വണ്ടിയിൽ തല കീഴായിട്ട് തിരിച്ചു കെട്ടിയേക്കുന്നത്, മാറ്റി കെട്ടാൻ പറഞ്ഞു. ആ പൗരത്വത്തിൻ്റെ വില മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ പൗരത്വം എവിടെയാ? നിങ്ങളൊന്ന് ലവായിട്ടിരുന്നേ. നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലാ. ഹല്ലേലൂയ. ഇവിടുത്തെ പൗരത്വം ഇത് ഞാൻ ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് പറയുന്ന ഇതൊന്നുമല്ല, ഇത് താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഇവിടെ പൗരത്വം ഉണ്ടെന്ന് പറഞ്ഞാലും പ്രായമായി ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ എല്ലാ ആഗ്രഹം നമ്മൾ മരിക്കണമെന്നാണ്. അത് അങ്ങനെ ഒരു ആളുകൾക്ക് ജീവിച്ചിരിക്കണമെന്ന് താല്പര്യമില്ല. അത് ഞാൻ അനുഭവത്തിൽ നിന്ന് ഒത്തിരി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ്. നിങ്ങൾ എത്ര അധ്വാനിച്ചെന്ന് പറഞ്ഞാലും എത്ര ഓടിയെന്ന് പറഞ്ഞാലും അതുകൊണ്ട് കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അപ്പാപ്പൻ മരിച്ചു, അപ്പൻ്റെ സ്വന്തം അനിയൻ. ഇവിടുന്ന് പ്ലെയിൻ ഡയറക്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ പോയേനും. 2 മക്കൾ അമേരിക്കയിലെ ആമക്കൾ ഉണ്ടായപ്പോഴത്തേക്ക് ഭയങ്കര 3 ആമക്കളെ പുള്ളിക്കുള്ളൂ. ആമക്കളുണ്ടായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഈ പ്രസംഗം അവർ കേൾക്കും. അപ്പോൾ സന്തോഷമായിരുന്നു. പക്ഷേ അമേരിക്കയിൽ നിന്ന് ആമക്കൾക്ക് വരാൻ പറ്റിയില്ല. ഒരാൾ പുതിയ ജോലി കയറിയതേ ഉള്ളൂ. സാഹചര്യം അവരുടെ ഇങ്ങോട്ട് വന്നാൽ ജോലി പോകും. അപ്പനോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. എനിക്ക് പോലും ദുഃഖം തോന്നി. ഒരു മോൻ മാത്രം, പിന്നെ എൻ്റെ ഒരു ചേട്ടനും അവിടെ ആ ശബത്തൻ ബോഡിക്ക് ചുറ്റും ഇരുന്നപ്പോൾ ബുദ്ധിമുട്ട് തോന്നി. നമ്മൾ ശ്രദ്ധിച്ചേ, ആ മക്കൾക്ക് വേണ്ടി അദ്ദേഹം അധ്വാനിച്ചതിന് കണക്കും കഴിയില്ല. അതുപോലെ സമ്പത്ത് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിലാ. നമ്മുടെ ബന്ധം സ്വർഗത്തിലാ. ആകയാൽ സ്തോത്രം, നാം എന്ത് ചെയ്യണം? സ്തോത്രം. നമ്മളെ ഈ പുറകോട്ട് പിടിക്കുന്ന ഒരു ശക്തിയുണ്ട് കേട്ടോ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20-21 വായിക്കുമ്പോൾ ധനവാനായ ഒരു മനുഷ്യനോട് എനിക്ക് എന്താ കുറവെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഒന്ന് വായിച്ച മോളെ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 20 വാക്യങ്ങൾ. ദൈവമോ അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. അവിടെ ഒരു ധാന്യം ഇത് വിളഞ്ഞ ഒരുത്തനോട്, അവന്റെ പാടശേഖരം എല്ലാം വിളഞ്ഞ പാണ്ഡ്യശാലികൾ പൊളിച്ച് പണിയും എന്നെല്ലാം പറഞ്ഞ് തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്തോത്രം അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. മൂഢാ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? സ്തോത്രം. ഈ ഒരുക്കി വെക്കുന്നതെല്ലാം ഇല്ലാതെ പോകും. ഹല്ലേലൂയ. അവിടെ ഞാൻ മുമ്പേ പറഞ്ഞത്, ഒരു മനുഷ്യൻ വളരെ സമ്പത്ത്, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് വിഷമിച്ച് അവൻ എന്ത് ചെയ്തു? പോകുവാനിടയായി തീർന്നു. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളിലും ഒട്ടകം സൂചിക്കുഴയിൽ കിടക്കുന്നത് എളുപ്പമെന്ന് പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ. ആകയാൽ ഈ ലോകത്തിൽ സ്തോത്രം കർത്താവ് നമുക്ക് സ്ഥലം ഒരുക്കാൻ പോകുകയ്ക്കുക. അച്ഛൻ ആദ്യം പറഞ്ഞായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 2 വാക്യങ്ങൾ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ എന്ത് ചെയ്യും? ചേർത്തുള്ളൂ എന്ന് ഭർത്താവ് പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ പ്രകാശത്തിൻ്റെ വേഗമാണ് ഏറ്റവും വലിയ വേഗമെന്ന് പറയുന്നു. എന്നാൽ സയൻറ്റിസ്റ്റ്, ഇപ്പം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതിനേക്കാളിൽ വേഗത്തിലാണ് നമ്മുടെ ഈ പ്രപഞ്ചം വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന്, വികസിച്ചുകൊണ്ടിരിക്കുക. അനേക നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അനേക നക്ഷത്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അനേകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഇതെല്ലാം ഇത് പ്രപഞ്ചം ആരാ? നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയാലാണ് ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനയാലാ. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. അതിവേഗം ഇത് ഓടിക്കൊണ്ടിരിക്കുക. ആകയാൽ നാം ചെയ്യേണ്ടത് വചനം പഠിക്കുക, വചനം മനസ്സിലാക്കുക, ദൈവവചനം വായിക്കാൻ അല്പസമയം ചെലവഴിക്കുക, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. നമ്മുടെ സഭാകാര്യങ്ങളിലും ദൈവിക കാര്യങ്ങളിലും ശുശ്രൂഷ കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ദൈവവേലയിൽ വർദ്ധിച്ചു വരാമോ അതിൽ നാം വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് ഒരു കൈത്താങ്ങലും കൊടുക്കാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാ സ്വർഗരാജ്യത്തിൽ പോകുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ സുവിശേഷ വേലയ്ക്കോ സുവിശേഷ കാര്യങ്ങൾക്കോ
കൈത്താങ്ങൽ കൊടുക്കാത്തവൻ രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആ രക്ഷിക്കപ്പെട്ടതിൻ്റെ ഇത് എന്ത് ചെയ്യുമെന്നറിയാമോ? സ്തോത്രം, അതിനകത്തെ വ്യത്യാസം കാണാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളാൽ ആവോളം ദൈവിക രാജ്യത്തിന് വേണ്ടി, ദൈവിക അനുഭവത്തിന് വേണ്ടി നമ്മുടെ ആയുസ്, ആരോഗ്യം, സമ്പത്ത് എല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാനിടയാകത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇവിടം കൊണ്ട് തീരുവാനിടയായിത്തീരും. അതുകൊണ്ട് ശാന്തമായി നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നെ കണ്ടേ, ഒരു പുതിയ തീരുമാനത്തിലേക്ക് നാം വന്നേ. സ്തോത്രം. തിരുവചനം ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. നമുക്ക് എത്ര പേർക്ക് മുൻവിധിയില്ലാതെ കർത്താവേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന്, കർത്താവേ നിൻ്റെ ഹിതം ചെയ്യുവാൻ, ഇതെല്ലാം താൽക്കാലികമാണെന്ന് വചനത്തിൽ നിന്ന് കേട്ടല്ലോ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് സ്തോത്രം എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? നമുക്ക് പ്രാർത്ഥിക്കാം.